നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളെ കരുതിയ ഒരാളല്ല അവൻ. സർ, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? എന്താ? അല്ല, നമ്മള് കരുതിയ പോലെ ഒരാളല്ല അവനെന്ന്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എവിടേക്കോ കൊണ്ടുപോയെന്ന്. എന്നാലും ആരായിരിക്കും ഈ പെൺകുട്ടി? ആരായാലും ഒരു കാര്യം ഉറപ്പാ, അവന്റെ ചതിയിൽ വീണു പോയ ഒരു പാവം. ഇതുപോലെ എത്ര പേരുണ്ടാവും അല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്തവനവൻ. 100%. എനിക്ക് തോന്നുന്നത് അവൻ ഏതോ പെൺവാണിഭ റാക്കറ്റിന്റെ ദല്ലാളാണെന്നാ. അല്ലെങ്കിൽ ഇവിടുന്ന് പെൺകുട്ടികളെ പുറത്തേക്ക് കയറ്റി അയക്കുന്ന ഒരാള്. അങ്ങനെ ഒരു ഇരയായിട്ടായിരിക്കും അവൻ നിത്യം കണ്ടിരിക്കുന്നത്. അല്ല, ഡോക്ടർ എങ്ങനെയാ ഈ വീട് കണ്ടുപിടിച്ചത്? കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ചില കാര്യങ്ങൾ കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതുകൊണ്ടാ ദേവികയോടൊപ്പം വരാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഒപ്പം വന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം. ഇതെല്ലാം കാണുമ്പോ എനിക്കവനെ കൊല്ലാനാ തോന്നുന്നത്. കൊല്ലപ്പെടേണ്ടവർ കൊല്ലപ്പെടും സമയമാകുമ്പോ. ഓരോരുത്തന്റെയും തലയിൽ വരച്ചിട്ടുണ്ടല്ലോ അവന്റെ ആയുസിന്റെ നീളവും വീതിയും വ്യാപ്തിയും കണക്കുമൊക്കെ. അത് കൃത്യസമയത്ത് ദൈവം വരഞ്ഞങ്ങ് വിടും. ഭൂമിയിലെ ദൈവങ്ങളാ ഡോക്ടർമാരെന്നാ പറയാറ്. ജീവൻ രക്ഷിക്കാനും വേണ്ടി വന്നാൽ ജീവൻ എടുക്കാനും. ഡോക്ടറിനും തോന്നുന്നുണ്ടല്ലേ അവനെ കൊല്ലാൻ? ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായി നടക്കുന്നവർ ഭൂമിക്ക് വലിയ ഭാരോ. വരട്ടെ, നോക്കാം. നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് നിത്യയുടെ ഭാവിയാ. അവളെ രക്ഷിച്ചെടുക്കുക. മനസ്സിലായോ? സുധിയേട്ടന്റെ പെങ്ങളവള്. അവള് കരഞ്ഞ സുധിയേട്ടന്റെ ആത്മാവിന്റെ കണ്ണീരും ഞാൻ കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. വാടാ. ആഹാ, പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. അണ്ണൻ വിളിച്ച പിന്നെ വരാതിരിക്കാൻ പറ്റൂ? കഴുത്താണോ നെഞ്ചാണോ തലയാണോ തുളയ്ക്കേണ്ടേ? അണ്ണൻ പറ, എന്താ കൊട്ടേഷൻ? വെറുതെ ഒരു കാര്യത്തിന് എന്നെ വിളിക്കാലെന്ന് എനിക്കറിയാം. നിങ്ങൾ മിടുക്കന്മാരാണല്ലോ. ഞാൻ ചിന്തിക്കുമ്പോ അതിനപ്പുറം കാണും. ആ, കൊട്ടേഷനും കോപ്പൊന്നുമല്ല. വേറൊരു കാര്യം, മതില് ചാടി പണിയെടുക്കുക, മതില് ചാടി അകത്ത് പോകും. മനസ്സിലായല്ലോ? അത് പിന്നെ നമുക്കറിയില്ല. എന്താന്ന് വെച്ചാ അണ്ണൻ പറഞ്ഞാ മതി. കാര്യം ഞാൻ വെടിപ്പായിട്ട് പറയാം. ഇക്കാര്യത്തിനൊക്കെ നിങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ജൂനിയൽ ക്രിമിനൽസ്. മനസ്സിലായല്ലോ? പ്രായപൂർത്തിയാവാത്ത കുട്ടി ക്രിമിനൽസാ. നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്താലും കോടതി കണ്ണും പൂട്ടി നിങ്ങളെ വെറുതെ വിടും. നിങ്ങൾ അകത്ത് കിടന്ന് വളരും. പുറത്തിറങ്ങുമ്പോൾ
നമുക്ക് ഇതിനെക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാ. അതൊക്കെ പ്ലാൻ ചെയ്യാൻ അണ്ണ ഇവിടെ പുറത്തുണ്ടല്ലോ. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാം. പറ, എന്താ വേണ്ടേ? കിഡ്നാപ്പിങ്ങോ കൊലയോ അതോ കൈയും കാലും തല്ലി ഓടിക്കണോ? പറഞ്ഞോ. നമുക്ക് ഡ്രില്ലിംഗ് ആണ് ഇഷ്ടം. ഞാൻ പറയുന്നത് വ്യക്തമായും വെടിപ്പായും കേട്ടു. ഹലോ, പകൽ യാത്രയുടെ സുന്ദര നിമിഷങ്ങളുടെ ആലോചനയിലും അതിന്റെ ആലസ്യത്തിലും ആയിരിക്കല്ലേ? മനസ്സിലായില്ല. അല്ല, എവിടേക്കായിരുന്നു ഇന്നത്തെ യാത്ര? കാമുകയും കൊണ്ടുള്ള യാത്രയെ, അതായത് ദേവിക മേഡത്തെയും കൊണ്ട്. അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചതാ. ഏതായിരുന്നു പിക്നിക് സ്പോട്ട്? ബീച്ചോ അതോ പാർക്കോ അതോ വല്ല ഫ്ലാറ്റോ ലക്ഷറി ഹോട്ടലോ? ഇത്ര തരംതാണ് സംസാരിക്കരുത് നീ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളല്ലേ. മനസ്സൊരു മാലിന്യ കൂമ്പാരമാക്കാതെ അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കും. ചന്ദനത്തിരി നിലവിളക്കും ഒക്കെ കത്തിച്ചു വെക്കേണ്ടത് ആരുടെ തലക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഞാൻ കൃത്യമായി ചെയ്യുകയും ചെയ്യും. ഒരെണ്ണത്തിന് ഒപ്പാരി പാടി തെക്കോട്ട് എടുത്തതല്ലേ ഉള്ളൂ. ദേവികയെ എന്നെയും ചേർത്ത് നീ വെറുതെ അനാവശ്യ കഥകൾ മെനയണ്ട. ഈ വീട്ടിൽ നിന്നാ ഞാൻ ദേവികയെ കൂട്ടിക്കൊണ്ടുപോയത്, അല്ലാതെ ഒളിച്ചും പാത്തും അല്ല. അതാണല്ലോ ചങ്കൂറ്റം. നിങ്ങൾക്ക് നാണമില്ലേ അവളെ പോലൊരു ലോ ക്ലാസിനെ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കാൻ? ആരാണ് ഹൈ ക്ലാസ്? ആടെ ആഭരണങ്ങളുടെ പകിട്ടിലോ വളവളപ്പിലോ വാരിപ്പൂശുന്ന പെർഫ്യൂമിലോ വീടിന്റെ വലിപ്പത്തിലോ അല്ല ക്ലാസ്. സുഗന്ധം പരത്തേണ്ടത് മനുഷ്യന്റെ വാക്കുകളിലൂടെയാണ്. ഒന്ന് നിന്നേ. ആഹാ, കള്ളക്കാമുകയെ പറഞ്ഞപ്പോ പൊള്ളിയല്ലോ. ആട്ടെ, എന്തായി പോയ കാര്യം? സാധിച്ചോ? നിനക്ക് താല്പര്യമില്ലാത്ത വിഷയം നീ അറിയുന്ന എന്തിന്? എനിക്ക് താല്പര്യം ഉണ്ടെന്നേ. അക്ഷരം വീട് കണ്ട അഴിഞ്ഞാട്ടക്കാരികളുടെ ആട്ടശാലയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഡിവോഴ്സ് താ. എന്നിട്ട് നിങ്ങള് എന്ത് വേണമെങ്കിലും അയക്കും. രണ്ടും കൂടി പോയ വണ്ടിയുടെ പിന്നാലെ ഒരാളെ വിടാനായിട്ട് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ സ്പൈ വർക്ക് എന്ന് പറയുന്നത് ഒരു തറപ്പണിയും അതെനിക്ക് താല്പര്യമില്ല. ഫേസ് ടു ഫേസ്, അതാ എന്റെ രീതി. രണ്ടു മനുഷ്യർക്കിടയിലെ ബന്ധത്തെ വൃത്തികെട്ട കണ്ണുകൊണ്ട് നീ കാണുന്നത് അത് നിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. ആയിക്കോട്ടെ, എന്റെ കാഴ്ച ഇനി നിങ്ങളും കാമുകയും കൂടി മെച്ചപ്പെടുത്തണ്ട. ഡിവോഴ്സ്, അത് മാത്രം മതി എനിക്ക്. ഓടും കുടുക്കെടുത്ത് നിങ്ങൾക്ക് അക്ഷരം വീടിന്റെ പടി ഇറങ്ങാം. അവള് ഒന്നിച്ച് പൊറുതി തുടങ്ങാം. വരട്ടെ, ആലോചിക്കാം. നിങ്ങൾ അങ്ങനെ നിസ്സാരമാക്കി പുച്ഛിക്കണ്ട. അവളെ തലയിൽ വെച്ചോണ്ട് നടക്കുന്നതിന് നിങ്ങൾ അനുഭവിക്കും. മരണമുദ്രയുള്ള പെണ്ണ അവള്. അതുകൊണ്ടാണല്ലോ ഒരുത്തൻ കഴുത്തിൽ താലി കെട്ടിയ പാടെ അവന് തെക്കോട്ട് ടിക്കറ്റ് അടിച്ചത്. നോക്കിക്കോ, നിങ്ങളുടെ ഒടുക്കവും അവള് കാരണമായിരിക്കും. എന്താ ചേച്ചി?